SDPI ലക്ഷണമൊത്ത, അതായത് RSSന് ബദലായി RSS ഹിന്ദുമത രാഷ്ട്രം പറയും പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ SDPIയും മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിച്ച് ഇതര മത വിദ്വേഷ പ്രചരണം തുടങ്ങുന്ന അന്ന് മുതൽ ഞങ്ങൾ കർക്കശമായ ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം തുടങ്ങുന്നത് എപ്പോഴാണ് ശശി? മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി എന്നാണ് മതരാഷ്ട്രവാദം തുടങ്ങുന്നത്? 2011 ശേഷമാണോ? ആ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ കാലത്തും മതത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നവരാണ് അവർ. അതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് പിന്തുണയ്ക്കുന്നില്ല എന്ന് എല്ലാ കാലത്തും പറയുന്നത്. അല്ല, അവരെ നിങ്ങൾ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ചല്ല എന്റെ ചോദ്യം ശശി. നിങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നതോ അവരുടെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചല്ല എന്റെ ചോദ്യം. അവർ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അവർ ഞങ്ങൾക്ക് പരസ്യം ഇതുപോലെ UDFന് പിന്തുണ കൊടുക്കുന്നത് പോലെ LDFന് പിന്തുണയുമായി വന്നിട്ടില്ല. പിന്തുണയുമായി വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞാൻ 94-ലോ 96-ലോ 2001-ലോ 2006-ലെ കാര്യം പറയണ്ട. ഏറ്റവും അവസാനത്തെ ഉദാഹരണം 2011-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ P. ശ്രീരാമകൃഷ്ണൻ, അദ്ദേഹം ഒരു മുതിർന്ന CPM നേതാവാണ്. അന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റും പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥിയുമായിരുന്ന P. ശ്രീരാമകൃഷ്ണൻ ഇടതു സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും വിലയിരുത്തിയാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയത്. അത് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ഗുണം ചെയ്തു എന്ന് പറയാൻ കാരണം അന്നത്തെ അവിടുത്തെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഇതേക്കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾക്ക് ആ പിന്തുണ കൊണ്ട് വലിയ നേട്ടം ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരുത്തുകയാണ് ചെയ്യുന്നത് P. ശ്രീരാമകൃഷ്ണൻ. ഇത് ഏറ്റവും അവസാനത്തെ പിന്തുണയെക്കുറിച്ച് P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞതാണ്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശ്രീരാമകൃഷ്ണൻ അത്തരമൊരു പരാമർശം അവിടെ നടത്തിയതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിൽ ആരെങ്കിലും ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നടന്ന ഏതെങ്കിലും ഒരാൾ ജമാഅത്തെ ഇസ്ലാമിന്റെ കുടുംബത്തിൽ അതിനോട് പിന്തുണച്ച് നിൽക്കുന്നയാൾ വോട്ട് ചെയ്യുന്നതിനല്ല. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 21 വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ പിണറായി വിജയന്റെ പ്രസ് മീറ്റ് ഉൾപ്പെടെ VSന്റെ പ്രസ് മീറ്റ് ഉൾപ്പെടെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഈ ജമാഅത്ത് പിന്തുണയെ കുറിച്ച് അന്ന് പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഇനി അങ്ങേക്ക് തെളിവ് വേണമെങ്കിൽ ഞങ്ങളുടെ ആർക്കൈവ്സിൽ എടുത്ത് കേൾപ്പിക്കാം. ഞാൻ പറയുന്നത്, പരസ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പിന്തുണ സ്വീകരിച്ച് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും 2006-ലെ പിന്തുണയെക്കുറിച്ച് പറഞ്ഞത് അതിൽ UDF എന്തിനാണ് അസ്വസ്ഥരാകുന്നത്, അവർ ഞങ്ങളെ പിന്തുണച്ചതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, SDPIയോ ജമാഅത്തെ ഇസ്ലാമിയോ ഈ കേരളത്തിൽ RSS നടത്തുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അവരെ എതിർക്കുന്നത്. അവരെ എതിർക്കുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ SDPI RSSന്റെ അതേ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നത്. അതായത് 2011 ശേഷമാണോ അവർ ഈ RSSനെ പോലെ പെരുമാറാൻ തുടങ്ങുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പൊ UDFനെ പിന്തുണയ്ക്കാൻ ലഘുലേഖകളുമായി ഔദ്യോഗികമായി തീരുമാനമെടുത്ത് നോട്ടീസുമായി വരുന്നത് പോലെ ഇടതുപക്ഷത്തെ ഒരു കാലത്തും അവർ ഔദ്യോഗികമായി അംഗീകരിക്കാൻ വന്നിട്ടില്ല. അവർ അംഗീകരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനെ സംസാരിക്കുന്ന തെളിവുകളുണ്ട്. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് തെളിവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചോദിച്ച് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ ഈ ജമാഅത്തുകാരുടെ ആസ്ഥാനത്ത് പോകണം. ഇനി ഒറ്റ കാര്യം, ഇനി SDPIയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ജമാഅത്തിനെ കുറിച്ചാണ്. SDPIയെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത് CPM ഭരിക്കുന്നത് SDPIയുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുമ്പോഴും. ഒരു നിലയിലും നിങ്ങൾ ചിന്തിക്കേണ്ട, ഒരു നില അങ്ങനെ ഉണ്ടാവില്ല. SDPIയുടെ പിന്തുണ കൊണ്ട് കേരളത്തിലെ ഒരു പഞ്ചായത്തിലും അങ്ങനെ ഭരിക്കുന്നില്ല. ചിലപ്പോൾ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല. ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ CPM ഭരിക്കുന്നുണ്ടാവും. പക്ഷേ UDFോ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് ഭരിക്കുന്നില്ല എന്ന് കോട്ടാങ്ങൽ അല്ല, ഈ RSSും SDPയും ഒരുപോലെയാണ് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ SDPയുടെ പിന്തുണയോടെ ആ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരിക്കേണ്ട എന്ന് CPM ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഇത് വസ്തുതയാണ്.
നിങ്ങൾ സി പി എം ഇപ്പോൾ ഇവിടെ നിന്നുള്ളതല്ല, CPIM എന്ന നിലയിൽ ഇപ്പൊ ഞാൻ നോക്കിക്കോട്ടെ, കഴിഞ്ഞ ഒരു 7 ദിവസം മുമ്പ് മുഖ്യമന്ത്രി കേരളത്തിലെ ഈ പാലക്കാട് ജില്ലയിലാണെങ്കിലും അതുപോലെ തന്നെ ചേലക്കരയിലാണെങ്കിലും എല്ലാ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞെന്താ, SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടാണ് ഞങ്ങൾ ഭരിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടാന്ന്. മുഖ്യമന്ത്രിയേക്കാൾ വലിയ കേരളത്തിലുണ്ടോ? CPIMന് ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നു, ഞങ്ങൾ അവരെയാണ് പിന്തുണയ്ക്കുന്നു പറയുമ്പോൾ നിങ്ങൾ വോട്ട് വേണ്ട എന്ന് പറയുന്ന രണ്ട് വ്യത്യാസമുണ്ട്. എന്റെ ചോദ്യം, നിങ്ങളിപ്പോ പറയുന്ന കോട്ടാങ്കൽ പഞ്ചായത്താണെങ്കിൽ എന്റെ ചോദ്യം നിങ്ങളുടെ ലളിതമാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പലവട്ടം പറഞ്ഞില്ലേ, നിങ്ങളുടെ വോട്ട് കൊണ്ട് ഞങ്ങൾക്ക് ഭരിക്കണ്ട, നിങ്ങളുടെ വോട്ട് കൊണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവണ്ട, ഞങ്ങൾക്ക് MLA ആവണ്ട എന്ന് പറയുന്നത് ഇവരുടെ പിന്തുണ ഇത് ഇവരുടെ പിന്തുണ കൊണ്ടല്ല ഭരിക്കുന്നത്, ഇവരുടെ പിന്തുണ കൊണ്ടല്ല ഭരിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്, ഇവരുടെ പിന്തുണ കൊണ്ടല്ല ഭരിക്കുന്നത്. അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി CPM ആണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായാലും നമുക്ക് ഭരിക്കാൻ കഴിയില്ല, ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം വേണ്ടി വരുമ്പോൾ ഇവരുടെ പിന്തുണ സ്വീകരിച്ചു കോട്ടാങ്കൽ.